നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പൂന്തോട്ടം ഒരുക്കുന്നവർക്ക് അത്ര പ്രിയപ്പെട്ട കാലാവസ്ഥയല്ല വേനൽക്കാലം. കടുത്ത വെയിലിൽ ചെടികൾ വാടിക്കരിഞ്ഞു പോകുന്നതാണ് കാരണം. വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ പറയുകയും വേണ്ട. മനോഹരമായ പൂന്തോട്ടം വേനലിൽ കരിഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കുകയേ മാർഗമുള്ളൂ. എന്നാൽ വേനൽക്കാലത്ത് നല്ലപോലെ വളരുന്ന ചില പൂച്ചെടികളുണ്ട്. നനവ് അല്പം മാത്രം ആവശ്യമുള്ളവ. പൊള്ളുന്ന വെയിലിലും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ ഒന്നാമത്തേതാണ് കോസ്മോസ്. 2 അടി വരെ വളരുന്ന ചെടിയാണ് കോസ്മോസ്. പിങ്ക്, വെള്ള, ചുവപ്പ് നിറങ്ങളിലായിരിക്കും ഇതിന്റെ പൂക്കൾ. വെള്ളം അധികം ആവശ്യമില്ല, പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ചൂടുള്ളതും വരണ്ടതുമായ ദിവസങ്ങളിൽ നനയ്ക്കണം. നടുന്നതിന് മുൻപ് മണ്ണിൽ സാവധാനത്തിൽ അലിയുന്ന വളം ചേർത്താൽ മതിയാകും. ഇനി അടുത്തതാണ് സീനിയ. തിളക്കമുള്ള നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന സീനിയ വളരാൻ എളുപ്പമാണ്. പൂർണ്ണ സൂര്യനെ പ്രണയിക്കുന്ന ചെടിയെന്ന് പറയും. വേനൽക്കാലം മുഴുവൻ തുടർച്ചയായി ഇത് പൂക്കുന്നു. മണ്ണ് നന്നായി വറ്റിച്ചതും ജൈവ വസ്തുക്കളാൽ സമ്പന്നവുമായിരിക്കണം. ഇനമനുസരിച്ച് സീനിയകൾക്ക് 3 അടി വരെ ഉയരമുണ്ടാകും. വേരുചീയൽ സാധ്യത ഉള്ളതിനാൽ മണ്ണ് നന്നായി വറ്റിച്ചുവെന്ന് ഉറപ്പാക്കുക. അടുത്തത് ജമന്തി. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളിൽ വരുന്ന തിളക്കമുള്ള പൂക്കൾക്ക് പേരു കേട്ടതാണ് ജമന്തി പൂക്കൾ. ഈ ഹാർഡി പൂക്കൾ ഇന്ത്യൻ പൂന്തോട്ടങ്ങൾക്ക് ഒരു ക്ലാസിക് തിരഞ്ഞെടുപ്പാണ്. ജമന്തികൾ സ്ഥിരമായി ഈർപ്പം ഇഷ്ടപ്പെടുന്നു. ചെടികൾ സ്ഥാപിക്കപ്പെടുന്നത് വരെ പതിവായി നനവ് ആവശ്യമാണ്. നല്ല നീർവാർച്ചയുള്ളതും മിതമായ ഫലഭൂയിഷ്ഠവുമായ മണ്ണിലാണ് ഇവ നന്നായി വളരുന്നത്. അവ സാധാരണയായി 1/2 അടി മുതൽ 2 അടി വരെ ഉയരത്തിൽ വളരുന്നു. അടുത്തത് 10 മണിയാണ്. സാധാരണയായി 6 മുതൽ 8 ഇഞ്ച് വരെ ഉയരത്തിൽ വളരുന്ന താഴ്ന്ന സസ്യമാണ് 10 മണിച്ചെടികൾ. പിങ്ക്, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെളുപ്പ് എന്നിവയുൾപ്പെടെ നിരവധി നിറങ്ങളിൽ അവ വരുന്നു. നല്ല നീർവാർച്ചയുള്ളതും മിതമായ ഫലഭൂയിഷ്ഠമായതുമായ മണ്ണാണ് 10 മണി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കളിമൺ മണ്ണിൽ നടുന്നത് ഒഴിവാക്കുക. മണ്ണിലെ വരൾച്ച കുറച്ചു നേരം സഹിക്കാൻ കഴിയുന്നതിനാൽ അവ അമിതമായി നനയ്ക്കരുത്. ചൂട് കഠിനമായ വേനലായാലും നമ്മുടെ പൂന്തോട്ടം നിറങ്ങളാൽ പകിട്ടുറപ്പിക്കാം എന്നതിന് തെളിവുകളാണ് ഈ ചെടികൾ. ഇവ വളർന്ന് പുഷ്പിച്ച് നമ്മുടെ മനസ്സിനും മനോഹാരിതയും നൽകി. പൂന്തോട്ടം ഒരുക്കാൻ ഈ ചെടികൾ സഹായകമായതായി തോന്നുന്നുവെങ്കിൽ താഴെ കമൻറ്റിൽ പറയൂ. ഇങ്ങനെയുള്ള കൂടുതൽ ഗാർഡനിങ് ടിപ്സ് ഞങ്ങളുടെ ചാനലിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.